40,000 ടൺ ഭാരമുള്ള രാജ്യത്ത് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ നിർമ്മിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു. നാവികസേനയുടെ ദീർഘകാലമായി മുടങ്ങിക്കിടന്ന LPD പ്രോഗ്രാം വീണ്ടും പ്രവർത്തനക്ഷമമാകുന്നു. 2025 സെപ്റ്റംബർ 23 ഏകദേശം 80,000 കോടി, അതായത് 9.5 ബില്യൺ ചെലവ് വരുന്ന 4 ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്ക് കപ്പലുകളുടെ നിർമ്മാണത്തിനായി ഇന്ത്യൻ നാവികസേന ഉടൻ ടെൻഡർ നൽകുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ്, L&T ഷിപ്പ് ബിൽഡിംഗ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, മസഗോണ്ടോക് ഷിപ്പ് ബിൽഡേഴ്സ് എന്നിവ ലേലത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ള കമ്പനികളാണ്. റഷ്യ, ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള LPDകളെ അടിസ്ഥാനമാക്കിയായിരിക്കും ലേലത്തിൽ പങ്കെടുക്കുന്നവരുടെ ഡിസൈനുകൾ. കപ്പലുകൾ ഇന്ത്യൻ കപ്പൽശാലയിൽ നിർമ്മിക്കുകയും സംയോജിപ്പിക്കുകയും ചെയ്യും. നാവികസേനയുടെ LPD പദ്ധതിക്കുള്ള ബീഡിനെ പിന്തുണയ്ക്കുന്നതിനായി നേവൽ ഗ്രൂപ്പ് വിശാഖപട്ടണത്ത് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡുമായി ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. LPDയുടെ ആവശ്യകത എന്താണ്? സംയോജിത ആയുധ പരിവേഷണ സേനകളെ കൊണ്ടുപോകുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനുമായാണ് LPDകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, VTOL അതായത് ലംബ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് യുദ്ധവിമാനങ്ങൾ എന്നിവയെ പ്രവർത്തിപ്പിക്കുന്നതിനായി മുകളിലത്തെ നിലയിൽ ഒരു ഫ്ലൈറ്റ് ഡെക്കും ഉണ്ടായിരിക്കും. കവചിതമായ ഒരു ആംഫിബിയസ് ക്രാഫ്റ്റും ഗ്രൗണ്ട് മൊബിലിറ്റി വാഹനങ്ങൾ ഇവയെല്ലാം കൊണ്ടുപോകുന്നതിനായി താഴത്തെ നിലയിൽ ഒരു വെൽ ഡോക്കും LPDയിൽ ഉൾപ്പെടുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും ലക്ഷദ്വീപുകളിലെയും തന്ത്രപ്രധാന ദ്വീപ് പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യത്തിന് 3 ആംഫിബിയസ് ബ്രിഗേഡുകളിലായി ഏകദേശം 10,000 സൈനികരുണ്ട്. ഹെലികോപ്റ്ററുകൾ, ഗ്രൗണ്ട് മൊബിലിറ്റി വാഹനങ്ങൾ, ടാങ്കുകൾ എന്നിവ സൈനികർക്കൊപ്പം വഹിക്കാൻ കഴിവുള്ള വലിയ ആംഫിബിയസ് കപ്പലുകൾ ഈ പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾക്കായി ആംഫിബിയസ് ബ്രിഗേഡുകളെ വേഗത്തിൽ വിന്യസിക്കാൻ അനുവദിക്കും. 2007 16,900 ടൺ ഭാരമുള്ള USS ട്രെൻഡൻ വാങ്ങിയതിൻ്റെ തുടർച്ചയായിട്ടാണ് LPDകളുടെ സംഭരണം. $92.5 മില്യൺ 4 ലാൻഡിംഗ് ക്രാഫ്റ്റുകൾക്കൊപ്പം ആക്രമണ കപ്പലും സ്വന്തമാക്കി. 2007 ജൂൺ 22 അമേരിക്കയിലെ നോർഫോക്കിൽ INS ജലാശ്വ എന്ന് പുനർനാമകരണം ചെയ്ത് ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്തു. വിശാഖപട്ടണം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന INS ജലാശ്വ ഫിയർലെസ് പയനിയേഴ്സ് എന്ന മുദ്രാവാക്യത്തോടെ ഒരു ആംഫിബിയസ് അസാൾട്ട് ഷിപ്പായി പ്രവർത്തിക്കുന്നു. INS ജലാശ്വ എന്നത് ഹിപ്പോപ്പൊട്ടാമസിന്റെ സംസ്കൃത നാമമാണ്. 27 ഓഫീസർമാരും 380 നാവികരും അടങ്ങുന്ന ഒരു സംഘത്തെ നിയന്ത്രിക്കുന്ന LPDക്ക് ഏകദേശം 175 മീറ്റർ നീളവും 32 മീറ്റർ വീതിയുമുണ്ട്. ഇതിന് 20 നോട്ട് വരെ വേഗത കൈവരിക്കാൻ കഴിയും. INS ജലാശ്വയ്ക്ക് പുറമെ ഇന്ത്യൻ നാവികസേന 4 ഇടത്തരം ലാൻഡിംഗ് കപ്പലുകളും 8 ചെറിയ ലാൻഡിംഗ് ക്രാഫ്റ്റുകളും ഉപയോഗിക്കുന്നു. സ്പെസിഫിക്കേഷനുകൾ തയ്യാറാക്കിക്കൊണ്ട് 2006 ഇന്ത്യൻ കമ്പനി LPDകൾ വാങ്ങുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. കപ്പലുകൾക്കായുള്ള ടെൻഡർ ആദ്യമായി വിളിച്ചത് 2013 2014 സെപ്റ്റംബറിൽ ഇന്ത്യൻ നാവികസേനയ്ക്കായി 40,000 ടൺ ഭാരമുള്ള 4 ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്കുകൾ നിർമ്മിക്കുന്നതിനായി പ്രതിരോധ മന്ത്രാലയം 3 പ്രാദേശിക സ്വകാര്യ മേഖലയിലെ കപ്പൽശാലകൾക്ക് ഒരു RFP നൽകി. ഏകദേശം 250 ബില്യൺ രൂപ വില മതിക്കുന്ന കരാർ. 2018 ജൂണിൽ വൈസ് അഡ്മിറൽ റാങ്കിലുള്ള ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥനെതിരെ റിലയൻസ് നേവൽ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ കാരണം സംഭരണം സ്തംഭിച്ചുവെന്ന് IB ടൈംസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തൽഫലമായി സംഭരണ പ്രക്രിയ നിർത്തിവച്ചു. 2019 നവംബർ 7 കൊച്ചിൻ ഷിപ്പ്യാർഡ്, L&T ഷിപ്പ് ബിൽഡിംഗ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, മാസഗോണ്ടോക് ഷിപ്പ് ബിൽഡേഴ്സ് എന്നിവ ഈ പദ്ധതിക്കായി ലേലത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. 2013 ടെൻഡറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2021 RFIയിൽ കൂടുതൽ കരുത്തുറ്റ ആയുധങ്ങൾ വേണമെന്ന് ഇന്ത്യൻ നാവികസേന ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം. വായുവിലൂടെ, കടൽ വഴി, അന്തർവാഹിനി വഴിയുള്ള ഭീഷണികളെ പ്രതിരോധിക്കാൻ യുദ്ധക്കപ്പലുകൾ പൂർണ്ണമായും പ്രാപ്തമാക്കണമെന്ന് നാവികസേന ആഗ്രഹിക്കുന്നു. ഇതിലാവശ്യമായ ആയുധങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു. വ്യോമ പ്രതിരോധത്തിനായി 32 ലംബ വിക്ഷേപണ ഷോർട്ട് റേഞ്ച് സർഫസ് ടു സർഫസ് എയർ മിസൈലുകൾ, ഉപരിതല ആക്രമണത്തിനായി 16 കപ്പൽവേധ മിസൈലുകൾ, പോയിന്റ് പ്രതിരോധത്തിനായി ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഫയർ കൺട്രോൾ സിസ്റ്റങ്ങളുള്ള 4 AK-630 ക്രോസ് ഇൻ വെപ്പൺ സിസ്റ്റങ്ങൾ, സ്റ്റെബിലൈസ്ഡ് റിമോട്ട് കൺട്രോൾ ഗൺ സ്റ്റേഷനുകളുള്ള 6 ഹെവി മെഷീൻ ഗൺസ്, 8 മീഡിയം മെഷീൻ ഗൺസ്. AK-630 CIWS വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പകരം ഉപയോഗിക്കാവുന്ന ഒരു ഓപ്ഷനായി ഡയറക്റ്റഡ് എനർജി വെപ്പൺസ്, അന്തർവാഹിനി വിരുദ്ധ പ്രതിരോധത്തിനുള്ള ആന്റി ടോർപിഡോ ഡെക്കോയ് സിസ്റ്റം,
ഇലക്ട്രോണിക് പ്രതിരോധ നടപടികൾക്കുള്ള ചാപ്പ് ലോഞ്ചറുകൾ. ഇത് നിർമ്മിക്കപ്പെട്ടാൽ ഇന്ത്യയിൽ ഇന്ന് വരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധക്കപ്പലായി ഇത് മാറും. 28,000 ടൺ ഭാരമുള്ള വിമാനവാഹിനി കപ്പലായ INS വിരാടാണ് ഇന്ന് വരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലുത്. 2000-ലധികം സൈനികരെ വഹിക്കാൻ കപ്പലിന് കഴിയുമെന്നതിനാൽ വിപുലമായ മെഡിക്കൽ സൗകര്യങ്ങൾ ഇതിലുണ്ടായിരിക്കും. ഉദാഹരണത്തിന് INS ജലാശ്വയിൽ 4 ഓപ്പറേഷൻ തിയേറ്ററുകൾ, 12 കിടക്കകളുള്ള ഒരു വാർഡ്, ഒരു ലബോറട്ടറി, ഒരു എംബാർക്ക് ചെയ്ത ജീവനക്കാരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ ഒരു ഡെന്റൽ സെന്റർ എന്നിവയുണ്ട്. ഇന്ത്യ അതിന്റെ വിദൂര ദ്വീപ് പ്രദേശങ്ങളെ, പ്രത്യേകിച്ച് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ശൃംഖലയെ സുരക്ഷിതമാക്കേണ്ടതിന്റെ ആവശ്യകത ഉള്ളതിനാൽ ഇത്തരം കപ്പലുകൾ സ്വന്തമാക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കുന്നു. ഭൗമരാഷ്ട്രീയ പുനഃക്രമീകരണങ്ങളും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന അസ്ഥിരതയും കാരണം ഭീഷണികൾ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ പുതിയ LPD ടെൻഡർ കനത്ത യുദ്ധക്കപ്പൽ സംഭരണങ്ങൾക്ക് കാരണമാകുന്നു, അല്ലെങ്കിൽ അത് ആരംഭിക്കുന്നു എന്ന് തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്.